ഇന്ന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ അമ്പലത്തിലെ ആൾക്കാര് ഓക്കെ അതായത് അപ്പൊ നിന്റെ കാട് വില നടക്കോ വില നടക്കോ അതായത് എനിക്കപ്പോ ചിരിയാണ് പിന്നെ അതായത് ഞാനീ പറയുന്ന എല്ലായിടത്തും ഘോരമായ വനം സൃഷ്ടിക്കുമെന്നും എല്ലാവർക്കും ശുദ്ധമായി കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്റെ ഈ മൂക്കിലേക്ക് മാത്രമാണല്ലോ കയറുന്നത് അല്ലെ. അത് വളരെ ഫാങ്കാണ്, ഞാൻ എന്റെ സ്വാർത്ഥമായ കാര്യത്തിലാണല്ലോ ചെയ്യുന്നത്. ഇവർക്കൊന്നും വേണ്ടല്ലോ ആ ഒരു ഓക്സിജനും പ്യൂർ ആയിട്ടുള്ള എയർ പൊല്യൂഷൻ ഇല്ലാത്തൊരു കണ്ടീഷനും ലങ് ക്യാൻസർ ഇല്ലാത്തൊരു അവസ്ഥയും ഇതൊന്നും വേണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കുള്ള ആ ഒരു മെന്റൽ ആയിട്ടുള്ള ഹെൽത്തും ഇതൊന്നും വേണ്ട അല്ലെ. അപ്പൊ അതാണ് എന്റെ അടുത്ത്, അതായത് നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ അല്ലെ ബൗ ബൗ ബൗ, അപ്പൊ ബൗ ബൗ വെക്കുന്ന ആൾക്കാരോട് ഞാൻ ഒരിക്കലും റിപ്ലൈ കൊടുക്കാറില്ല. അതായത് ഞാൻ അവർക്കും കൂടി വേണ്ടിയുള്ള ഒരു സുരക്ഷിതത്വമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവർക്ക് ആ ഒരു തമോ ഗുണമായുള്ള ബുദ്ധി ആയതുകൊണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ രജോ ഗുണം തമോ ഗുണം സാത്വിക ഗുണം, അപ്പൊ ഈ ഒരു 3 തരത്തിലെ ബുദ്ധി തന്നെയുണ്ട്. അതായത് അവർക്കൊരു മൃഗങ്ങളുടെ ബുദ്ധി ആയിരിക്കും, ഭക്ഷണം കഴിക്കണം കിടന്നുറങ്ങണം എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾ ഗവൺമെന്റിന്റെ അടിമകളാണ്, ഞങ്ങൾ എല്ലാത്തിനും അടിമകളാണ്, ഞങ്ങൾക്ക് പണിയെടുക്കണം, ഞങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കണം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വിഡ്ഢികളുടെ ഡൗട്ട് ക്ലിയറൻസ് എന്നെ സംബന്ധിക്കുന്ന കാര്യമില്ല ഓക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കൊരു വിഷൻ ഉണ്ട്. എന്റെ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ തുടങ്ങിയ വിഷനാണ്, 2021 തുടങ്ങിയതാണ്. അതോടൊപ്പം തന്നെ ഞാൻ പണ്ടോട്ടെ കൃഷിക്കാരൻ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഞാൻ വെറുതെ കാട്ടിലും മേട്ടിലെല്ലാം പോയി മരമൊക്കെ പണ്ട് നടന്നു, ഈ പറയുന്ന ബിസിനസ് ഒന്നും തലയില്ലാത്ത സമയത്ത്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് അത് കാറൊക്കെ കയറ്റി നശിപ്പിച്ച് കളയുമായിരുന്നു. ഓക്കെ, അപ്പോ ഇതെല്ലാം എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ റാൻഡം ആയിട്ടുള്ള കാര്യമല്ല ഓക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമെന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെ ഞാൻ തോറ്റുപോകേണ്ടി വരും എന്റെ ജീവിതത്തിൽ ഓക്കെ. അതായത് ഇത്ര നല്ല സുപ്രീമായിട്ട് ഞാൻ എന്നെ തന്നെ കാണുന്ന ഒരാള് ലൈഫിൽ തോറ്റു പോകുന്നത് എന്നെ സംബന്ധിക്കണം അല്ലെ വളരെ വളരെ രോക്ഷം തന്നെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് തോക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ജയം, എന്റെ ജയം എന്ന് വെച്ചാൽ സമസ്ത സൃഷ്ടിയുടെയും ജയം തന്നെയാണ് അല്ലെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെയും ജയം തന്നെയാണ് എന്റെ ജയം. പക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം തിരിച്ചറിയണമെങ്കിൽ തലയുടെ ഉള്ളിൽ ബുദ്ധി വേണം. ആ ഒരു ബുദ്ധി അവര് എല്ലാ രീതിയിലും അവർ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് നിങ്ങളുടെ അവസ്ഥയല്ല, എന്റെ ഒരു അവസ്ഥയല്ല, പക്ഷെ നോ ഇഷ്യൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചട്ടാട്ടി ഞാൻ നടത്തുന്നതാണ് ഓക്കെ. നടത്തില്ലെങ്കിൽ കാരണം കണ്ടില്ല, ഞാൻ എല്ലാവരും വെല്ലുവിളിക്കുന്നുണ്ട്, ഞാൻ എല്ലാവരും പുല്ലുപോലെ കാണുന്നുണ്ട്, എന്നാൽ എനിക്ക് ആരെയും സപ്പോർട്ട് വേണമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്യുമെന്നും ഞാൻ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഞാൻ ഒരു മജീഷ്യനും കൂടിയാണ്, ഞാനൊരു ഫാമറാണ്, ഞാൻ ഒരു ജിം ട്രെയിനറാണ്, ഞാൻ ഒരു മാനേജിംഗ് ഡയറക്ടറാണ്, അതോടൊപ്പം തന്നെ ഞാൻ ഒരു യോഗിയാണ്, സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ മാസ്റ്ററാണ്, പിന്നെ ഞാൻ ഒരു മജീഷ്യനാണ്. അതായത് ഒരു മാജിക്കും എനിക്കറിയാം. ഈ പറയുന്ന ബ്ലാക്ക് മാജിക് വെച്ചാണ് അവരിതെല്ലാം നല്ല രീതിയിൽ ചെയ്തേക്കണം അല്ലെ, കൂടോത്രം എന്നൊക്കെ പറയാം. ഈ പറയുന്ന ആൾക്കാരെല്ലാം ഹൈജാക്ക് ചെയ്യുന്നു, ഈ പറയുന്ന കോൾഗേറ്റിലും ഈ പറയുന്ന ഫുഡിലും ഈ പറയുന്ന ചോക്ലേറ്റ്സിലും എല്ലാം ബ്രെയിൻ ഹാക്ക് ചെയ്യുന്ന, അതായത് ക്രാവിങ്സ് വരുന്ന ഒരു കോമ്പൗണ്ട് അവർ മിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാനുള്ള ഒരു ആഗ്രഹവും ത്വരയില്ല. മൊബൈൽ ഫോണിനും അത് തന്നെ, സ്ക്രീൻ അഡിക്ഷൻ, അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു അഡിക്ഷൻ. പണ്ട് മദ്യവും ഈ പറയുന്ന മയക്കുമരുന്നും കഞ്ചാവും സിഗരറ്റ് എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഫോൺ ഉണ്ട്, ഈ പറയുന്ന ചോക്ലേറ്റ്സ് ഉണ്ട്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഹൈജാക്ക് ചെയ്യുമ്പോൾ ഞാൻ പ്യൂർ ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് പ്രപഞ്ചം എങ്ങനെയാണോ നമുക്ക് തന്നത്, പ്രകൃതി എങ്ങനെയാണോ അല്ലെ, ഭൂമി മാതാവെന്ന് നമ്മൾ പറയുന്നത്, പ്രകൃതി എന്നുള്ള നമ്മുടെ അമ്മയാണ്. അപ്പൊ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ അമ്മേനെ ഇപ്പൊ പൊല്യൂട്ട് ചെയ്തേക്കണേ ഭയങ്കരമായിട്ട് ഓക്കെ. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, അപ്പൊ അതെല്ലാം ഞാൻ ശുദ്ധീകരിച്ച് അമ്മേനെ ഒരു സുന്ദരിയാക്കിയിട്ട് ആ ഒരു അമ്മേനെ വെച്ചിട്ട് നിങ്ങളെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നതാണ് ഓക്കെ. അപ്പൊ കുഞ്ഞായിട്ടിരുന്ന് ആസ്വദിക്കുക.